കേരളത്തിന്റെ ജനപ്രതിനിധിയായ പ്രിയങ്ക ഗാന്ധി ഇന്ന് സംസാരിക്കുന്നത് പാലസ്തീന് വേണ്ടിയാണ്. കേരളത്തിൽ വലിയൊരു ദുരന്തം, അതും അവരെ വിജയിപ്പിച്ചു വിട്ട മണ്ണിൽ നടന്നിട്ട് പോലും പ്രതികരിച്ചില്ല എന്നുള്ളൊരു തോന്നല്, അങ്ങനെ ഒരു ധാരണ സാറിനുണ്ടോ? അല്ല, അത് എനിക്ക് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരുപക്ഷെ ഒരു പ്രതിപക്ഷ നേതാവൊന്നും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സഹോദരിയാണല്ലോ. അപ്പോൾ അവരെക്കുറിച്ചിട്ട് സത്യത്തിൽ അവരെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നതിന് വലിയ അർത്ഥമില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അവരെന്തെങ്കിലും വിവരത്തോട് സംസാരിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ സത്യത്തിൽ. കാരണം അവർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായിട്ട് സംസാരിച്ചത് അവർ ഹിമാചൽ പ്രദേശ് സർക്കാരിനെതിരായിട്ടാണ്. ഹിമാചൽ പ്രദേശ് സർക്കാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്നത്, ഏത് സംസ്ഥാനത്തിലാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത്, എവിടെയാണ് BJP ഭരിക്കുന്നതൊന്നും ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്ക് അറിയില്ല. അവർ തമാശയുടെ ഭാഗമായിട്ട് ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും MP എന്നുള്ള മോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന അവരമ്മ പാർലമെൻറ്റ് മെമ്പറായി, അവരുടെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, എന്നാൽ പിന്നെ അവർ സഹോദരൻ പ്രതിപക്ഷ നേതാവാകുന്നു, എന്നാൽ കൂടുതൽ ഞാനും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അവർക്ക് ഒരു ജനതാല്പര്യം അവരെ സംബന്ധിച്ചില്ല. പക്ഷെ അവർ ചില പാണന്മാർ അതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അവർ മൂക്ക് കണ്ട ഇന്ദിരാഗാന്ധിയുടെ മൂക്കാണ്, അവർ മുടിയുടെ കെട്ട് ഇന്ദിരാഗാന്ധിയുടെ മാതിരിയാണ്, അവർ നടപ്പ് സോണിയാഗാന്ധിയുടെ കൂട്ടാണ്, അവർ വേറെ സംഗതി ചില ഭാഗങ്ങൾ കണ്ടെങ്കിൽ മാർഗരറ്റ് താച്ചറാന്ന് തോന്നും എന്ന് ഇത്യാദി ചില കമൻറ്റുകൾ ചില പാണന്മാർ പറയുന്നതാണ്. സത്യത്തിൽ ഇത്ര യാതൊരു വിവരമുള്ള സ്ത്രീയാണ് പ്രിയങ്ക ഗാന്ധി എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും എന്നെ സംബന്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ ഇട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കമൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ വൈക്കത്ത് ഈ പറയുന്ന വയനാട്ടിലെ ചൂരൽമലയിൽ സംഭവം അവർ അറിഞ്ഞു കാണാൻ വഴിയില്ല കേട്ടോ. അവിടെ ഒരു ഒന്നിച്ചിട്ട് കാര്യമില്ല, അവർ എക്സ്കർഷൻ വന്നത്. അവരൊരിക്കലും അവിടെ നടന്നിട്ടുള്ള ദുരന്തത്തെ സംബന്ധിച്ചൊന്നും ഒരഭിപ്രായം ആ സ്ത്രീക്കില്ല. അതിനുവേണ്ടിയിട്ട് 10 പൈസ കിട്ടണം എന്നുള്ള താല്പര്യം അവരെ സംബന്ധിച്ചില്ല. അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ള താല്പര്യവും അവരെ സംബന്ധിച്ചില്ല. അവരെ സംബന്ധിച്ച് അവിടെ വയനാട്ടിലൊന്ന് ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അവർക്ക് ഈ പറയുന്ന ഒരു ജനങ്ങളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളും അവർ വിഷയങ്ങളേ അല്ല. അപ്പം അതുകൊണ്ടാണ് അവരിപ്പോൾ ലേറ്റസ്റ്റ് അവർ പറഞ്ഞില്ല. എന്താ അവർ പറഞ്ഞത്? അവർക്ക് ഇന്ത്യയിൽ ഒരു പ്രശ്നം അവർക്ക് അറിഞ്ഞുകൂടാ, അവർക്കറിയാവുന്ന പ്രശ്നം അവർ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റ് പത്രമാധ്യമങ്ങളുടെ ഹെഡിങ്ങിലേക്ക് കണ്ടുള്ള ചില സാധനങ്ങളാണ്. പലസ്തീനിൽ ഇസ്രായേൽ കുരുതി ആക്രമണം നടത്തി 500-ലധികം ആളുകൾ മരിച്ചു. ഇതിൽ ഇവർക്കെന്താ പ്രശ്നമുള്ളത്? ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള പലസ്തീനിലെ അവിടെ ഇസ്രായേൽ അവരുടെ രാജ്യ താല്പര്യാർത്ഥം നടത്തിയിരിക്കുന്ന ചില അക്രമങ്ങൾ ഉണ്ടാവും. ഇതിന് അക്രമം എന്ന് എന്ത് വേണം നിങ്ങളൊന്ന് പേര് വിളിച്ചോളൂ, അല്ലെങ്കിൽ അവർ തിരിച്ചടി എന്നുകൊണ്ട് പേര് വിളിച്ചോളൂ. ആദ്യം ഏകദേശം 1200-ഓളം പേരെ അവിടെ ഇസ്രായേലുകാരെയാണ് ഇവർ കൊലപ്പെടുത്തിയത്. ഹമാസുകാർ, ഈ പറയുന്ന പലസ്തീനികൾ, അവർ കൊലപ്പെടുത്തിയ സമയത്ത് തിരിച്ചടിക്കുന്ന എന്ന് മാത്രമല്ല ബന്ദികളുണ്ട്. ഇപ്പോഴും അവിടെ നിരവധി ആളുകൾ പലസ്തീനിന്റെ ഭീകരവാദികളുടെ ഹമാസിന്റെ ബന്ദികളായിട്ട് അവരുടെ കൂടെയുണ്ട്. ഇസ്രായേൽ ആവശ്യപ്പെടുന്ന അവർ ബന്ദികളെ മോചിപ്പിക്കണം എന്നാണ്. ഇത് ന്യായമായിട്ടുള്ള ആവശ്യമല്ലേ? ഈ പറയുന്ന പലസ്തീനികളായിരിക്കുന്ന അല്ലെങ്കിൽ ഹമാസുകാർക്ക് ഞങ്ങളുടെ ആളുകൾ മരിക്കാൻ പാടില്ല, ഞങ്ങളെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് ഈ ബന്ദികൾ എന്താ വിട്ടുകൊടുത്താൽ എന്താ കുഴപ്പം? അത് വളരെ സാധാരണക്കാരായിരിക്കുന്ന ആളുകളല്ലേ. അതിൽ കുട്ടികൾ ഇവരുണ്ടായിരുന്നില്ലേ, അതിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ? ഇവർക്ക് വിട്ടുകൊടുത്തൂടെ? ഇവരാരെയാണ് ബന്ദികളാക്കി വെക്കുന്നത്? ഇസ്രായേൽ ജനത ഇവർ ബന്ദി ആയിട്ട് വയ്ക്കാൻ വേണ്ടി പോവുകയാണോ? അങ്ങനെ ചെയ്തിട്ടുള്ള ഈ പറയുന്ന പലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ ആളുകളെ ഇസ്രായേൽ കൊലപ്പെടുത്തി. അത് ഇസ്രായേലിന്റെ രാഷ്ട്രീയ താല്പര്യമാണ്, അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുക. ഇതിനകത്ത് ഈ പറയുന്ന നമ്മുടെ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് അവർക്ക് എനിക്ക് തോന്നുന്നു ഈ കടലാടി ഏതാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പാടില്ല. അപ്പോൾ അവരതുകൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങളുടെ ഒരു പ്രസ്താവന നിങ്ങൾ ഇറക്കുക, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ സമയത്ത് പോസ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിന് ഒരു സാമൂഹ്യപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു പ്രാധാന്യവും ശരിക്കും ഒരു വാക്കിനുകളെ സംബന്ധിച്ചില്ല. കാരണം അവർക്ക് ഈ സംഗതി അറിയില്ല. അവർക്ക് ഒരു രാജ്യവും തിരിച്ചറിഞ്ഞൂടാ, അവർക്ക് ഏത് സംസ്ഥാനങ്ങൾ തിരിച്ചറിഞ്ഞൂടാ, അവർക്ക് നിയോജകമണ്ഡലങ്ങൾ തിരിച്ചറിഞ്ഞൂടാ, അവർക്ക് ജനങ്ങളെ തിരിച്ചറിഞ്ഞൂടാ. ഹമാസ് ഭീകര പ്രസ്ഥാനമാണെന്ന് അവർക്കറിയാമോ എന്ന് എനിക്കറിയില്ല. ഒരു സാധ്യതയില്ല. അവർക്ക് ഒരു രാഷ്ട്രീയ ബോധമുള്ള സ്ത്രീയാണെന്ന് അവരെ കുറിച്ച് പറയാൻ വേണ്ടി നിവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഈ പറയുന്ന ഹമാസിനെ പിന്താങ്ങിക്കൊണ്ടുള്ള പ്രസ്താവനയാണ് വരിക. ഇവര് എന്ത് പിന്താങ്ങിയാലും ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിന് വിഷയത്തിൽ നിലപാടുണ്ട്. അതിനെതിരെ നിൽക്കുക മാത്രമാണോ ഇപ്പൊ ചെയ്തത്? അങ്ങനെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ പ്രിയങ്ക ഗാന്ധി ഉദ്ദേശിച്ചത് അവർ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള പടപ്പുറപ്പാടാണത്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഞാൻ ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യും. ഇയാൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോണേ?
അതേപോലെ തന്നെയാണല്ലോ ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണല്ലോ. സഹോദരി സഹോദരൻ്റെ ഭാഷയിലാണല്ലോ സംസാരിക്കുക. ആ തരത്തിൽ ഭാഷ രാഷ്ട്രീയപരമായുള്ള പാരമ്പര്യക്കുറവുകൊണ്ട് അവർക്ക് വശം ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവർക്ക് എഴുതി കൊടുക്കാൻ വേണ്ടത്ര ആളുകളില്ല എന്നുള്ളത് കൊണ്ട് അവർ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആരാണെങ്കിലും ചില ആളുകൾ എഴുതി കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് പ്രിയങ്ക ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ എന്തെല്ലാം സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ രാജ്യ താല്പര്യങ്ങളാണ് അവർക്ക് വലുത്. അത് ഏത് രാജ്യത്തിനും എങ്ങനെയാണ്? ചൈനയ്ക്ക് ചൈനയുടെ താല്പര്യമാണ്, ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യമായിരിക്കണം, അമേരിക്കയുടെ താല്പര്യമാണ്. ട്രംപ് വന്നപ്പോൾ പറഞ്ഞല്ലോ, പുട്ടിന് റഷ്യയുടെ താല്പര്യമാണ് പ്രധാനപ്പെട്ടത്, ഫ്രാൻസിന് അവരുടെ താല്പര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഓരോ രാജ്യത്തെ സംബന്ധിച്ചും അതത് രാജ്യങ്ങളുടെ താല്പര്യങ്ങളാണ് അവരെ സംബന്ധിച്ച് വലുത്. അവരാ രാജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുക. അങ്ങനെ അല്ലാത്ത 2-3 പേര് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ഒന്ന് സോണിയാഗാന്ധി, രണ്ടാമത്തെ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം നാടിനെ സംബന്ധിച്ച് ഒരാശങ്ക ആ മനുഷ്യനെ സംബന്ധിച്ചില്ല. അദ്ദേഹത്തിന് ആവശ്യം അദ്ദേഹം ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന മനുഷ്യനാണ്, ഇന്ത്യ ഗവൺമെന്റിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന ആളാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്നതാണ്. അങ്ങനെയല്ലല്ലോ ഭാരതത്തിന്റെ പാരമ്പര്യം. ശ്രീമതി ഇന്ദിരാഗാന്ധി 1971 പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയ ഭേദമന്യുള്ള ഇന്ത്യയിലെ ജനങ്ങള് മുഴുവൻ ആളുകളും ഇന്ദിരാഗാന്ധിയെ പിന്താങ്ങി എന്ന് മാത്രമല്ല, ആ സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി സർവ്വവിധ പിന്തുണയും കൊടുക്കുകയാണ് ഇന്ദിരാഗാന്ധിക്ക്. ഒരു ബ്ലാങ്ക് ചെക്കിലാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. അതാണ് രാഷ്ട്രത്തിന്റെ പാരമ്പര്യം, അതാണത്. ഈ രാജ്യത്തിന്റെ പാരമ്പര്യം അതാണത്. അതുകൊണ്ട് തന്നെയാണ് 1947-ലും 1962-ലും 1965-ലും 1971-ലും ഒക്കെ യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഇന്ത്യൻ ജനത കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ നാടിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നൊരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യം സോണിയ കുടുംബത്തിന് മനസ്സിലാവില്ല. കാരണം അവരുടെ പാരമ്പര്യം ഫാസിസ്റ്റ് കുടുംബമാണത്. അവരുടെ പാരമ്പര്യം, അവർ മുസോളിനിയുടെ അവിടെ ഭടനായിരുന്നു ഇവരുടെ അച്ഛൻ. ആ ഒരു പാരമ്പര്യമാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. ആ പാരമ്പര്യത്തിലാണ് രാഹുൽ ജനിച്ചിട്ടുള്ളത്, ആ പാരമ്പര്യത്തിലാണ് പ്രിയങ്ക ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ഇന്ത്യയുടെ പ്രശ്നങ്ങളൊന്നും അവരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങളെയല്ല, ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് വയനാട്ടിൽ എന്തെല്ലാം ദുരന്തം നടന്നാലും, ആർക്കെല്ലാം വീടുകൾ നഷ്ടപ്പെട്ടാലും, ആ വീടുകൾ പിരിച്ചെടുത്തവരുടെ പണം പോലും അന്ന് അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കാതെ കണ്ട ആളുകൾ ഒരു ദിവസം അന്തി ഉറങ്ങാൻ വേണ്ടി നിവൃത്തിയില്ലാതെ കണ്ട് കഷ്ടപ്പെടുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്നും അവിടുത്തെ പാർലമെന്റ് മെമ്പറായിട്ടുള്ള പ്രിയങ്കയ്ക്ക് എന്നൊരു വിഷയമേ അല്ല. അവരെവിടെ വേണേൽ താമസിക്കട്ടെപ്പാ, അവർ വാടകയ്ക്ക് താമസിക്കുകയോ, അവിടെ വെള്ളപ്പൊക്കം വരുന്നിടത്ത് താമസിക്കുകയോ, മലയുടെ മുകളിൽ കയറി താമസിക്കുകയോ, അവിടുന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുകയൊക്കെ ചെയ്താലും പ്രിയങ്ക എന്ന് പറയുന്ന സ്ത്രീ അതിനു വേണ്ടിയിട്ട് നാവനക്കാൻ സാധ്യതയില്ല. മറിച്ച് അവരെ സംബന്ധിച്ച് അവർക്ക് വേവലാതി വരുന്നത് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വേദനിക്കുന്ന സമയത്താണ്. ഇത് ഹമാസിന് വേദനിച്ചല്ലോ. ഹമാസിന് വേദനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധിക്ക് വേദനിക്കും. ഹമാസിന് വേദനിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് വേദനിക്കും. ഹമാസിന് വേദനിക്കുന്ന സമയത്ത് സോണിയാഗാന്ധിക്ക് വേദനിക്കും. അവർക്കെല്ലാം വേദനകൾ ഉണ്ടാവുന്ന സമയത്ത് ഇത്തരം ചില ജൽപ്പനങ്ങൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യവും ഞാൻ വാസ്തവത്തിൽ കാണുന്നില്ല. ഏതാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച്, ഭാരതത്തെ സംബന്ധിച്ച്, ഈ നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ, അവിടെയാണല്ലോ ശശി തരൂരിന്റെ പ്രാധാന്യം. അതാണല്ലോ ശശി തരൂർ കോൺഗ്രസ്സുകാരൻ ഇവരെ പോലെ തന്നെയാണ്. ഇവരെക്കാൾ മുമ്പ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ആളാണ്. നിരവധി പ്രാവശ്യം ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിച്ചു വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം കക്ഷി രാഷ്ട്രീയം നോക്കാതെ കണ്ട് പറഞ്ഞു, നമുക്ക് ഏറ്റവും ശക്തനായുള്ള പ്രധാനമന്ത്രിയാണ്, ഒരേ സമയത്ത് ഉക്രൈനെയും റഷ്യയെയും രണ്ടുപേരെയും ആശ്ലേഷിക്കാൻ സാധിക്കുന്ന കേൾപ്പുള്ളൊരു പ്രധാനമന്ത്രിയാണ് ഭാരതത്തിനുള്ളത് എന്ന് അഭിമാനപൂർവ്വം ശശി തരൂര്, മലയാളിയായിരിക്കുന്ന ശശി തരൂര്, UN സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ചിട്ടുള്ള ശശി തരൂര് പറയുവാനുള്ള കാരണം അദ്ദേഹത്തിന് ലോക വിവരമുണ്ട്. അദ്ദേഹത്തിന് ഇന്ത്യൻ ജനതയുടെ നാടിമിടിപ്പുകൾ അദ്ദേഹത്തിന് നിശ്ചയമുണ്ട്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തന പരിചയമുണ്ട്. UN പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് നിശ്ചയമുണ്ട്. ഈ പറയുന്നത് വല്ല നിശ്ചയവും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചുണ്ടോ? അവർക്ക് യാതൊരു നിശ്ചയവുമില്ല. അവർ മൂക്കിൻ്റെ അളവ് എടുത്തുകൊണ്ട്, അവർ മുടി ബോബി ചെയ്തുകൊണ്ട്, അവർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് വന്നുകൊണ്ട് ഹിമാചൽ പ്രദേശിനെതിരായിട്ടും കർണാടകത്തിനെതിരായിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ എതിരായിട്ട് പ്രസംഗിക്കുന്ന പോലെ അല്ല ഇത് പ്രശ്നം അന്തർദേശീയ പ്രശ്നമാണ്. അത് നേരിടുവാനുള്ള കരുത്തും ശക്തിയും ചേമുഷിയും ഒക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചുകൊണ്ട് ആ രാജ്യത്തിന് നയമുണ്ട്.
അവർ ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമാറും. ഭാരതത്തിൻ്റെ സർക്കാരിനെ സംബന്ധിച്ച് നമുക്കും വ്യക്തമായിട്ട് ചില നയങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളും അവരോട് ഈ വെടിനിർത്തൽ നിന്നൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ ബന്ദികളായിരിക്കുന്ന ആളുകൾ വിട്ടുകൊടുക്കണമെന്ന് നിസ്സങ്കോചം പറയാൻ വേണ്ടിയിട്ട് ധൈര്യമുണ്ടായിട്ടുള്ള ആളാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷ സൂചകമായിട്ടുള്ള വസ്തുത എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്.